ED കേസിലെ പ്രതികൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷ പരിപാടിയിൽ റീൽസ് ചിത്രീകരിച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. പോലീസ് ഒത്താശ ചെയ്തോ എന്നതിലടക്കം വിശദമായ അന്വേഷണം വേണം എന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. ഒരേ കളർ ഷർട്ട് ധരിച്ചതിൽ പോലീസിന് അറിവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ട് നടപടികൾക്കായി IG-ക്ക് കൈമാറും. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളായ 24 പേരാണ് ഒപ്പിടുന്നതിനായി ശനിയാഴ്ച മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തിയത്. മുൻ കൗൺസിലർ IP ബിനു, ഉണ്ണി എന്നിവരാണ് സ്റ്റേഷനിലെത്തി ഊഞ്ഞാലാടിയും ചെണ്ടകൊട്ടിയും മറ്റും റീൽസ് എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ടത്. പോലീസ് ധരിച്ച അതേ നിറത്തിലുള്ള ഷർട്ട് പ്രതികളിൽ ചിലർ ധരിച്ചിരുന്നു. പോലീസുകാർ ഈ ചെയ്തികൾ തടയാനോ വിലക്കാനോ തയ്യാറായില്ലെന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്നുമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട്. ഒരേ കളർ ഷർട്ട് ധരിച്ചത് പോലീസിന്റെ അറിവോടെയല്ലെന്നും SHO പ്രശാന്ത് എത്തി ഒപ്പിടാനെത്തിയ പ്രതികളുമായി സംസാരിച്ചതിന് ശേഷവും ഇവർ റീൽസ് ചിത്രീകരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇക്കാര്യത്തിൽ SHOയ്ക്കും വീഴ്ച സംഭവിച്ചതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഈ റിപ്പോർട്ട് ശരിവെച്ചാണ് സിറ്റി പോലീസ് കമ്മീഷണർ അരുൾ B കൃഷ്ണ IG-ക്ക് തുടർ നടപടിക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. പ്രതികളെ പോലീസ് ബോധപൂർവം വിളിച്ചു വരുത്തിയതാണോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണം. 68 ഷർട്ടുകളാണ് പാളയത്തെ ഒരു ടെക്സ്റ്റൈൽസിൽ നിന്നും പോലീസുകാർ ഒരുമിച്ച് വാങ്ങിയത്. അത് പൂർണ്ണമായും അവിടെയുള്ള പോലീസുകാർക്ക് നൽകിയിട്ടുണ്ട്. പ്രതികൾക്ക് വസ്ത്രം വാങ്ങി നൽകിയതിൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല. അതേസമയം റീൽസ് ചിത്രീകരണം തടയാഞ്ഞതിൽ സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായേക്കും. പോലീസുകാരുമായി അടുപ്പമുണ്ടെന്ന് വരുത്തി സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് പ്രതികൾ നടത്തിയതെന്നാണ് സംശയം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതികളുടെ ജാമ്യം റദ്ദ് ചെയ്യുന്നതിന് പോലീസ് തിങ്കളാഴ്ച കോടതിയെ സമീപിച്ചേക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.